നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വരണാധികാരി നമ്മുടെ കണ്ണൂർ കളക്ടർ തന്നെ. പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ജില്ലാ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനുണ്ടായത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സാക്ഷാൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ തന്നെ. പതിവ് പോലെ മാധ്യമങ്ങളൊക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ എത്തി. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് കളക്ടറുടെ വിലക്കുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതെന്തിൻ്റെ പേരിലാണ് എന്ന് മാധ്യമപ്രവർത്തകർ, അതൊക്കെ കളക്ടറിനെ അറിയൂ എന്ന് ഉദ്യോഗസ്ഥർ. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഹാളിനകത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായി മാധ്യമപ്രവർത്തകർ പ്രവേശിക്കേണ്ടതില്ല. മാധ്യമപ്രവർത്തകരെ വിലക്കിക്കൊണ്ട് കളക്ടർ ഉത്തരവിട്ട് കഴിഞ്ഞു എന്ന് തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെയൊന്നും ഇത്തരം തടസ്സങ്ങളുണ്ടായിരുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകർ ഓർമ്മപ്പെടുത്തി. പഞ്ചായത്തിന് പുറത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗമായ പി ദിവ്യ വോട്ടെടുപ്പിനായി എത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ സാഹൂതം നോക്കി നിന്നു. എന്നാൽ പി ദിവ്യ എത്തിയില്ല. പി ദിവ്യ സ്ഥലത്തെത്തിയാൽ പ്രതിഷേധവുമായി UDFും BJPയും ഒക്കെ രംഗത്തുണ്ടായിരുന്നു. ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ജില്ലാ പഞ്ചായത്തിലെ 24 അംഗ ഭരണസമിതിയിൽ 17 അംഗങ്ങൾ LDFുകാർ, 7 അംഗങ്ങൾ UDF. അതുകൊണ്ട് തന്നെ പി ദിവ്യ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല എന്നതുകൊണ്ട് LDFിന് കാര്യമായൊന്നും സംഭവിച്ചില്ല. ബാലറ്റ് വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം കളക്ടറുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ പ്രസിഡന്റ് അധികാരമേറ്റു. മാധ്യമപ്രവർത്തകരെ തടയാൻ കളക്ടറുടെ നിർദ്ദേശമുണ്ട് എന്ന് പോലീസ് തന്നെയാണ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. എന്തിനാണ് തങ്ങളെ തടഞ്ഞത് എന്ന ചോദ്യത്തിന് കളക്ടർക്കും ഉത്തരമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കളക്ടർ ഊരാക്കുടുക്കിലാണ്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ KK രത്നകുമാരിയാണ് പുതിയ പ്രസിഡന്റ്. പരിയാരം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണവർ. കോൺഗ്രസിനു വേണ്ടി ലിസി ജോസഫാണ് മത്സരരംഗത്തെത്തിയത്. ഇതിനിടയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പി ദിവ്യ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. പുതുതായി തെരഞ്ഞെടുത്ത പ്രസിഡന്റ് രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് പി ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കൂട്ടായ്മയും സൗഹൃദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയമെന്ന് പി ദിവ്യ കുറിച്ചു. പി ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട രത്നകുമാരി അഭിനന്ദനങ്ങൾ. നമ്മുടെ ഭരണസമിതി 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൗഹൃദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയം. കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ ഈ 4 വർഷം കൊണ്ട് നാം നേടിയ നേട്ടങ്ങൾ നിരവധിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം, സ്വരാജ് ട്രോഫി ഉൾപ്പെടെ 4 സംസ്ഥാന അവാർഡുകൾ, 1500 പുസ്തകങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം ചെയ്തുകൊണ്ട് ലോക റെക്കോർഡ് എന്നിവ സ്വന്തമാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 4 വർഷം മുൻപ് പ്രതിദിനം 800 പേരായിരുന്നു ചികിത്സ തേടി എത്തിയിരുന്നതെങ്കിൽ ഇന്നത് 3500-ലേറെയായി. കാഴ്ചപരിമിതിയുള്ള സഹോദരങ്ങൾക്ക് പ്രസിദ്ധമായ സാഹിത്യകൃതികൾ ബ്രെയിലി ലിപിയിൽ വായിക്കാൻ 10 പുസ്തകങ്ങൾ തയ്യാറായി കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഹോമിയോ ആശുപത്രിയിലും ഉണ്ടായ മാറ്റങ്ങൾ അഭിമാനകരമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ കൂടെ ഞാനുമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ അതിമഹത്തായ ചരിത്ര പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടേത്. ചെറുശ്ശേരിയുടെ തൂലിക സഞ്ചരിച്ചു, കേസരിയുടെ ആത്തുകഥ പിറന്ന, ഇന്ദുലേഖയിലൂടെ ചിന്തയുടെ വെളിച്ചം പകർന്ന, പഴശ്ശിയുടെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജമേകിയ, AKGയും അഴീക്കോടനും നായനാരും K കരുണാകരനും ഉൾപ്പെടുന്ന നിരവധി ജനനേതാക്കൾക്ക് ജന്മം നൽകിയ കലയുടെ കൈത്തറിയുടെ തിറയുടെ ഈ നാടിനെ നമുക്ക് ഇനിയുമേറെ ഉയരത്തിലെത്തിക്കണം. കഴിഞ്ഞ 3 വർഷവും 10 മാസവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കവേ എനിക്ക് പിന്തുണ നൽകി കൂടെ നിന്ന ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ, എല്ലാവർക്കും എൻ്റെ നന്ദി. പി ദിവ്യ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി ദിവ്യ ഫേസ്ബുക്കിലൂടെയാണ് പലപ്പോഴും പ്രതികരിക്കുന്നത്. ഒരു ദിവസം മുൻപ് പി ദിവ്യ മാധ്യമങ്ങൾക്ക് നേരെ ഒരു വാളുയർത്തിക്കാട്ടി. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ പ്രതിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത്. തന്നെയും തന്റെ കുടുംബത്തെയും ഒക്കെ അപമാനിക്കാൻ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ചമയ്ക്കുന്നുവെന്നാണ് അവരുടെ പരാതി. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്നെയും എൻ്റെ കുടുംബത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും.
അതെ, അധിക്ഷേപിച്ചവർക്കെതിരെ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ PP ദിവ്യ പറയുന്നത്. എന്നാൽ ഇതേ PP ദിവ്യ തന്നെയല്ലേ നവീൻ ബാബു എന്ന ആ മനുഷ്യനെ അധിക്ഷേപിച്ചത്, വ്യാജ ആരോപണങ്ങൾ നിരത്തിയത്, ഒടുവിൽ ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ആ മരണത്തിൻ്റെ ദുരൂഹതകൾ ഭരണസ്വാധീനവും അധികാര ഗർവവും ഉപയോഗിച്ച് അടിച്ചമർത്തിയത്. എല്ലാറ്റിനുമൊടുവിൽ പാർട്ടിയുടെ പിന്തുണയോടെ, പാർട്ടിയുടെ സംരക്ഷണയിൽ പോലീസ് കസ്റ്റഡിയിൽ, ഒടുവിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും അതേ പാർട്ടി തന്നെ സംരക്ഷിക്കുന്നു എന്ന് തോന്നൽ. ഇത്തരം അധികാര ഗർവ് തന്നെയല്ലേ ഈ പരാതികൾക്ക് പിന്നിൽ? നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചിരുന്നു എന്ന ആരോപണമുണ്ടായിരുന്നെങ്കിൽ അന്നേ നിയമ നടപടികൾ സ്വീകരിക്കാമായിരുന്നില്ലേ? അതല്ലാതെ വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? എല്ലാം തിരിച്ചു കിട്ടുന്നു എന്ന് PP ദിവ്യയ്ക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായി. ഈ കുറിപ്പുകൾ അവർ സ്വയം ഇരുത്തി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ. ജില്ലാ പഞ്ചായത്തിൽ പുതിയ അധ്യക്ഷയെത്തുമ്പോൾ എന്തിനാണ് കളക്ടർക്ക് ഇത്ര ഹാലിളക്കം? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.